നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. PSG യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടരുത് എംബാപ്പെ പറയുകയാണ്. പക്ഷേ അതിപ്പോൾ അദ്ദേഹത്തിന് റയൽ മാഡ്രിഡിനോടൊപ്പം കിരീടം ചൂടണം, അതിനു വേണ്ടിയിട്ടാണെന്നും PSG എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം PSG ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കിരീടമാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ എംബാപ്പയെ കൊണ്ടുവന്നതും നെയ്മറെ കൊണ്ടുവന്നതും മെസ്സിയെ കൊണ്ടുവന്നതും ഒക്കെ. എന്നിട്ടും ഒന്നും സാധിച്ചില്ല. അവർ 3 പേരും 3 വഴിക്ക് പോവുകയും ചെയ്തു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത്ര മികച്ച രൂപത്തിലല്ല യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ PSG പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം കാനൽ പ്ലസിന് എംബാപ്പെ അഭിമുഖം കൊടുത്തിരുന്നു. അതിലാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് PSG നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റൈറ്റ് നൗ നോ. കാരണം എനിക്ക് റയലിനോടൊപ്പം ആ കിരീടം ചൂടണം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. എനിക്ക് PSG UCL കിരീടം ചൂടണമോ എന്ന് ചോദിച്ചാൽ റൈറ്റ് നൗ നോ എന്നാണ് ഞാൻ പറയുക. കാരണം എനിക്കത് മാഡ്രിഡിനോടൊപ്പം നേടണം, കിരീടം ചൂടണം. പക്ഷേ PSG ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഐ ഹോപ്പ് വൺ ഡേ അവർ ചാമ്പ്യൻസ് ലീഗ് വിജയിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബട്ട് നൗ, കാരണം ഞാനിവിടെയാണല്ലോ ഉള്ളത്, എനിക്ക് ആ കിരീടം ഇപ്പോൾ ചൂടണം റയലിനോടൊപ്പം. അതുകൊണ്ട് ഇപ്പോൾ PSG അത് കിട്ടേണ്ട എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം ചിരിയോടുകൂടി പറയുന്നു. പിന്നെ PSG അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്. PSG എന്ന് പറയുന്ന ക്ലബ്ബ് എനിക്ക് ഒരുപാട് വലിയ സ്നേഹമുള്ള ക്ലബ്ബാണ്. ക്ലബ് മീൻഡ് എ ലോട്ട് ടു മീ. ആ ക്ലബ്ബാണ് എനിക്ക് എല്ലാം തന്നിട്ടുള്ളത്. എല്ലാം അവിടെ ഇന്ത്യൻസാണ്. അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും 7 എക്സ്ട്രാ ഓർഡിനറി ഇയേഴ്സ് ഞാൻ അവിടെ ചിലവഴിച്ചു അറ്റ് PSG. ശരിയാണ്, എനിക്ക് ചില ആളുകളോട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നയാളാണ്. എന്തായാലും ഐ ഷുഡ് ഹാവ് ഷോഡ് മോർ ലവ് ടു PSG ഫാൻസ്. ഐ നെവർ ഹാഡ് എ പ്രോബ്ലം വിത്ത് ദം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും എംബാപ്പെ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇത്തവണ അല്ലെങ്കിൽ റൈറ്റ് നൗ PSG UCL കിരീടം ചൂടണ്ട, അത് അദ്ദേഹത്തിന് റയലിനോടൊപ്പം ചൂടാനുള്ളതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.